വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഞാനിത് വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അതിലെ സമവാക്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്, അതേസമയം ഗ്രാഫുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള തോന്നിയിട്ടുണ്ടാവുക ഒരു പക്ഷേ ഗ്രാഫ് വരക്കുന്ന വിഷയത്തിലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഗ്രാഫിന്റെ പാർട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഓക്കെ, നോക്കിയോ മക്കളെ, 4 ഗ്രാഫുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ 4 ഗ്രാഫും എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് മാത്രമേ ചോദ്യ പേപ്പറിൽ അല്ലെ നമുക്ക് കുറെ ചിത്രങ്ങൾ തന്നിട്ട് ചോദിക്കും ഇത് എന്തിന്റെ ഗ്രാഫാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഗ്രാഫ് വരക്കണം, എന്നിട്ട് ഇത് എന്താണ് ആ രൂപം കിട്ടിയതെന്ന് പറയണം, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെ 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 നിങ്ങളോട് എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് ഈ ഗ്രാഫ് വരക്കുക, അല്ലെങ്കിൽ ഓരോ ഗ്രാഫും എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മനസ്സിലാക്കാൻ പോവാണ്. സോ നമുക്ക് 4 ഗ്രാഫുകൾ ഉണ്ട്. ഈ ഗ്രാഫുകൾ മാത്രമാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കുക. ഇത് തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പഠിച്ചിട്ട് പോകണം അല്ലെ. അപ്പൊ ഫസ്റ്റ് ഗ്രാഫാണ്, എല്ലാ ഗ്രാഫിന്റെയും കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫ് അല്ലെ, വി ടി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്ത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലെ. ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെയാണ്? യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗമാണ് ഉദ്ദേശിച്ചത്. എന്താണ് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം ഇട്ട വെലോസിറ്റിയോ? അതായത് നമുക്കറിയാം നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷനെ കുറിച്ചിട്ടാണ് അല്ലെ, ചലിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു റോഡിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ അതിനുണ്ടാകുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് എന്ന് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ പഠിച്ചതാണ് സ്പീഡും വെലോസിറ്റിയും ഒക്കെ. അപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം എന്തുമാവട്ടെ, ഒരു വാഹനം മാത്രമല്ല, എന്തൊരു സാധനവും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് അതിൻ്റെ വെലോസിറ്റി തുടങ്ങുമ്പോൾ എത്രയാണോ അത്ര തന്നെ അല്ലെ അവസാനിക്കുന്നവരെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് ഷേപ്പെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിനെയാണ്. ഓക്കെ, സെറ്റാണല്ലോ. നെക്സ്റ്റ് നോക്കടാ, ദ ആക്സിലറേറ്റഡ് ഗ്രാഫാണിത്. അതെങ്ങനെയാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആരൊക്കെയാണ് ഇവിടെ? വെലോസിറ്റിയും ടൈമും ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാഫിന്റെ സ്വഭാവം ഇങ്ങനെ കുത്തനെ മുകളിലേക്കാണെങ്കിൽ, അതായത് വെലോസിറ്റി കൂടി വരികയാണല്ലേ. നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈക്കിൽ നമ്മൾ സ്പീഡ് കൂട്ടും. എങ്ങനെയാ സ്പീഡ് കൂട്ടുക? ആക്സിലറേറ്റർ കൊടുക്കല്ലേ, അങ്ങോട്ട് കൊടുക്കും അല്ലെ. ബൈക്കിൽ റൈറ്റ് ഹാൻഡിലുള്ളത് എങ്ങനെ കൊടുക്കും അല്ലെ. അപ്പൊ ആക്സിലറേഷൻ സംഭവിക്കും. എങ്ങനെയാണെങ്കിൽ അല്ലെ, നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? സ്പീഡ് കൂടും, അതായത് വെലോസിറ്റി കൂടുന്നു. സോ വെലോസിറ്റി കൂടുന്നതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നെക്സ്റ്റ് നോക്കണടാ, നമ്മൾ പഠിച്ചത് നേരെ ഓപ്പോസിറ്റ് അല്ലെ. വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. വെലോസിറ്റി കുറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. എന്താണ്? റിട്ടാർഡേഷൻ ഓർ മന്ദീകരണം എന്നാണ് നമ്മൾ വിളിക്കുക. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഇതിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ആരൊക്കെയാണല്ലോ? എസും ടിയും ആണ് അല്ലെ. എസും ടിയും ഗ്രാഫില് അതിന്റെ ഷേപ്പ് ഇതുപോലെയാണെങ്കിൽ നിങ്ങൾ ഇവരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഇവിടെ ആരിനെയാണ് പറയുന്നതെന്ന്. എസും ടിന്റെയും ഷേപ്പ് ഇതുപോലെയാണെങ്കിൽ ആ ഗ്രാഫ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന ആ വസ്തു അനങ്ങുന്നില്ല, ആ ഒബ്ജക്റ്റ് അനങ്ങുന്നില്ല. അനങ്ങാത്ത ഒബ്ജക്റ്റുകളെ നമ്മൾ പറയും അത് റെസ്റ്റിലാണെന്ന് പറയല്ലേ. അപ്പൊ റെസ്റ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്ത് ചെയ്യാ, നിങ്ങൾ മനസ്സിലാക്കുക. സോ നമുക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് കാലങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഉണ്ട്, സമയമുണ്ട് അല്ലെ. ഈ എ ബി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ബി സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ സി ഡി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ അല്ലേ. എ ബി ഈ കുത്തനെ മുകളിലേക്കുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആക്സിലറേഷൻ. മലയാളത്തിൽ നമ്മൾ പറയും ത്വരണം. എന്താടാ?
ത്വരണം. നെക്സ്റ്റ് നോക്ക്, BC നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെയുള്ള ഷേപ്പ് ആണെങ്കിൽ സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണ്. നെക്സ്റ്റ് നോക്കണത് ഇങ്ങനെ കുത്തനെ താഴേക്കാണെങ്കിൽ അതാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്ന് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഗ്രാഫിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ ഒരു പ്രാവശ്യം കാണാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം ചോദിക്കാം. അത് മാത്രമല്ല, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മളിതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. സോ താങ്ക് യു സോ മച്ച്.